കുട്ടിലാറ്റിങ്കലായി വാണരുളിടുന്നൊരൊറ്റ കൊമ്പനാം ഗജമുഖനീ വിഘ്നങ്ങൾ തീർക്കുവാൻ മംഗളമേകുവാൻ കരുണയുണ്ടാകണേ വിഘ്നേശ്വരാ. സിദ്ധിയായി ബുദ്ധിയായി ഞങ്ങളിൽ നിറയുവാൻ കനിവുണ്ടാകണേ സംഗമഗ്രാമം വാഴും സംഗമേശ കൈതൊഴാമണിയങ്ങൾ തിരുമുന്നിലായി മാണിക്യം വിളങ്ങുന്ന തിരുനെറ്റി തോഴുന്നേ താമരയണിയുന്ന തിരുമേ ജപഗുണിമാലകളും ഏകിടും വാണികളും കണ്ടു തോഴുന്നേ ആധിയും വ്യാധിയും തീർന്നൊഴിഞ്ഞിടുവാൻ കൈതൊഴാം തവപാദ പങ്കജങ്ങൾ പാദുകം പൂജിക്കും അൻപൊടി കാത്തരുളോ എന്നുമെന്നും അൻപൊടി കാത്തരുളോ എന്നുമെന്നും അൻപൊടി കാത്തരുളോ എന്നുമെന്നും. ഇരിഞ്ഞാലക്കുട വാഴും സംഗമേശ സ്വാമിയുടെ 10 നാളാം ഉത്സവത്തിൽ കോടി കയറി 10 നാളാം ഉത്സവ കാഴ്ചകൾ ഞാൻ ചൊല്ലിടാമേ സഖിമാരെ നിങ്ങളിതു കേട്ടുകൊള്ളുവിൻ. ഒന്നാം ദിനം കോടിപ്പുറത്തുള്ളൊരു വിളക്കിനായി സംഗമേശനിതാപുരത്തെഴുന്നള്ളുന്നേ. രണ്ടാം നാളിൽ തുടങ്ങുന്ന പകൽ ശിവേലിയോടെ മേളസാന്ദ്രമാകും 2 നടപ്പുരകൾ തിരുവുത്സവത്തിനുള്ള ത്രിഭുജബലി ദർശനം
പാടിപ്പറയുമ്പോൾ പുണ്യം പരക്കുന്ന കഥയൊന്നു ചൊല്ലു നീ പൈങ്കിളിയേ, കഥയൊന്നു ചൊല്ലു നീ പൈങ്കിളിയേ. രാമായണ കഥ പാടിപ്പറഞ്ഞിടാം കേട്ടുകൊള്ളുക നീ ആൺകിളിയേ, കേട്ടുകൊള്ളുക നീ ആൺകിളിയേ. ആരുടെ കഥ ഇത് ചൊല്ലുക നീ എന്നോമൽ കിളിയേ പൈങ്കിളിയേ, ഓമൽ കിളിയേ പൈങ്കിളിയേ. രഘുവംശവീരനാം ശ്രീരാമചന്ദ്രന്റെ അയനമാണി കഥ ആൺകിളിയേ, അയനമാണി കഥ ആൺകിളിയേ. ദശരഥ നന്ദനൻ ശ്രീരാമചന്ദ്രനും ജാനകി ദേവിയുമായി കൊണ്ട് അനുജനാം ലക്ഷ്മണനുമായി ചേർന്നിട്ട് വനവാസം ചെയ്യുവാൻ പോയപ്പോഴേ ലങ്കേശൻ രാവണൻ സീതാദേവിയെയും അപഹരിച്ചു കൊണ്ട് പോയപ്പോഴേ വാനരരുമായി ചേർന്നുകൊണ്ടങ്ങനെ രാവണന്റെ തല കൊയ്തുകൊണ്ട് അയോധ്യ തന്നിലണഞ്ഞോരു നേരത്ത് പട്ടാഭിഷേകം നടത്തിയിട്ട് അയോധ്യാധിപനായ ശ്രീരാമചന്ദ്രൻ വാണരുളിയൊരു കഥയാണിത്, വാണരുളിയൊരു കഥയാണിത്, വാണരുളിയൊരു കഥയാണിത്. മിഥിലാധിപതനയ ജാനകി ദേവി തന്നോട് സ്വയംവരം തുടങ്ങിടും സമയമായി. രാജസഭയൊരുങ്ങി നൃപരെല്ലാം അണിനിരന്നു സ്വയംവരം തുടങ്ങിടാൻ പേരി മുഴങ്ങി. ഓരിത്തിത്താരാരിത്തിത്തേ തിത്തേ തകതൈതൈതോം, തിത്തിത്താരാരിത്തിത്തേ തിത്തേ തകതൈതൈതോം. സ്വയംവരം നടന്നിടാൻ ശിവഭഗവാൻ തന്നോട് ശാപമതെടുത്തുയർത്തി കുലച്ചിടണം. നൃപരെല്ലാം ഉടൻ തന്നെ ശാപമത് കുലച്ചിടാൻ ആവും വിധം പോലെ അങ്ങോട്ടിണങ്ങിടുന്നേ. ഓരിത്തിത്താരാരിത്തിത്തേ തിത്തേ തകതൈതൈതോം, തിത്തിത്താരാരിത്തിത്തേ തിത്തേ തകതൈതൈതോം. വന്നു ചേർന്ന നൃപരെല്ലാം പരാജിതരാകിടുന്നു ജനകൻ മനമതിലാദിയുമായി. അയോധ്യാധിപതനയൻ ശ്രീരാമചന്ദ്രനുടനെ ശാപമത് കുലച്ചിടാൻ പുറപ്പെടുന്നേ. ഓരിത്തിത്താരാരിത്തിത്തേ തിത്തേ തകതൈതൈതോം, തിത്തിത്താരാരിത്തിത്തേ തിത്തേ തകതൈതൈതോം. അണഞ്ഞുടൻ രാമനത് വണങ്ങിനെ ശാപമത് എടുത്തങ്ങുയർത്തിയേ വേഗത്തിലതേ. അണഞ്ഞിതേ സഖിമാരും ഒരുമിച്ച് സീതാദേവി സ്വയംവരം നടത്തിടാൻ സഭയിലതേ. ഓരിത്തിത്താരാരിത്തിത്തേ തിത്തേ തകതൈതൈതോം, തിത്തിത്താരാരിത്തിത്തേ തിത്തേ തകതൈതൈതോം. രമണരും ഗുരുക്കളും അച്ഛനമ്മമാരും ചേർന്ന് ആനന്ദത്താൽ മംഗലവും നടത്തിയപ്പോൾ ഉത്തമനാം പതിയുമായി ചേർന്നുകൊണ്ട് സീതാദേവി അയോധ്യയിലേക്കായി ഇതാ പുറപ്പെടുന്നേ. ഓരിത്തിത്താരാരിത്തിത്തേ തിത്തേ തകതൈതൈതോം, തിത്തിത്താരാരിത്തിത്തേ തിത്തേ തകതൈതൈതോം, തിത്തിത്താരാരിത്തിത്തേ തിത്തേ തകതൈതൈതോം, തിത്തിത്താരാരിത്തിത്തേ തിത്തേ തകതൈതൈതോം. ഓരിത്തിത്താരാരിത്തിത്തേ തിത്തേ തകതൈതൈതോം. അഞ്ജനപുത്രനാമാഞ്ജനേയൻ തന്ത്രഹമതിൽ കളിയാടും നേരം മാനത്തുദിച്ചു നിന്ന സൂര്യനെയും കണ്ടിതാ പുഞ്ചിരിച്ചു മോദത്തോടെ തദൈതേ, കണ്ടിതാ പുഞ്ചിരിച്ചു മോദത്തോടെ തദൈതേ. ശോണനാം സൂര്യനെ കണ്ടപാടേ പഴമെന്നു കരുതി അങ്ങുയർന്നു മുങ്ങി. കൊതിയോടെ പൂജിക്കുവാൻ തോന്നിഞ്ഞപ്പോഴേ ഭയമോടെ അർക്കനും പിടിച്ചിതപ്പോൾ തദൈതേ, ഭയമോടെ അർക്കനും പിടിച്ചിതപ്പോൾ തദൈതേ. രവി തന്റെ വിളി അങ്ങോ കേട്ടപാടേ ഇന്ദ്രദേവനും താനു വന്ന
കോപിതനായുടനെ ഇന്ദ്രദേവൻ വജ്രായുധമെടുത്ത് വീശിയപ്പോൾ ഹനുതന്നിൽ പ്രഹരമതേറ്റ നേരം വാനരബാലനോടങ്ങിലം പതിച്ച് തദൈതേ വാനരബാലനോടങ്ങിലം പതിച്ച് തദൈതേ തൻപുതൻ ഗതിയതു കണ്ട നേരം കോപിതനായി വായുദേവനപ്പോൾ പുത്രനെയും കൊണ്ടങ്ങ് പോയ നേരം സർവപ്രപഞ്ചമങ്ങ് നിശ്ചലമായി തദൈതേ സർവപ്രപഞ്ചമങ്ങ് നിശ്ചലമായി തദൈതേ വായുദേവന്റെ കോപം തീർത്തിടുവാൻ സർവദേവകളും അഴഞ്ഞ നേരം വാസവൻ മാപൂപരനോടനെ തന്നെ വായുദേവന്റെ കോപം ശമിച്ചിതപ്പോൾ തദൈതേ വായുദേവന്റെ കോപം ശമിച്ചിതപ്പോൾ തദൈതേ ക്ഷീണമകന്നുണർന്ന ബാലൻ തന്നെ ഹനുമതിൽ പ്രഹരമേറ്റതാലേ മാരുതനയനാമാഞ്ജനേയൻ ഹനുമാൻ എന്ന പേരാലെ അറിഞ്ഞു പിന്നെ തദൈതേ ഹനുമാൻ എന്ന പേരാലെ അറിഞ്ഞു പിന്നെ തദൈതേ ഹനുമാൻ എന്ന പേരാലെ അറിഞ്ഞു പിന്നെ